ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. ഒരു കപ്പ് അവലുണ്ടെങ്കിൽ വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അവലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൽ ഏത് അവൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ മട്ട അവലാണ് എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ അരക്കപ്പ് ശർക്കരയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അവൽ നന്നായിട്ടൊന്ന് വറുത്തെടുത്ത അവലാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതായത് ഇപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് അരക്കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് കൂടി ചേർക്കാം. പിന്നെ ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. വേണ്ടോ, നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലിട്ട് മാറ്റാം. കൂടെ തന്നെ ഞാനിവിടെ കുറച്ചൊരു ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം എടുത്തേച്ചാൽ മതി. ഇനി അവലും ശർക്കരയൊക്കെ ചേർന്ന ആ ഒരു മിക്സ് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു എന്തെങ്കിലും ബദാമോ അല്ലെങ്കിൽ പിസ്തയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ചെടുക്കുക. അപ്പോൾ കാഴ്ചയ്ക്കും നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ഇത് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ നല്ല ഹെൽത്തിയുമായിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ വൈകിട്ട് കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെ നമുക്കാണെങ്കിലും ഏത് നേരത്തും വൈകിട്ടെന്നല്ല ഏത് നേരത്തും കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഉഷാർ വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.